നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 10/8/2026 തിങ്കളാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സ്വർണ്ണവില വീണ്ടും കുറഞ്ഞിരിക്കുകയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 35 രൂപ, ഒരു പവൻ്റെ മുകളിൽ 250 രൂപയാണ് ഇന്ന് താഴ്ന്നിറങ്ങിയത് സ്വർണ്ണവില. സ്വർണ്ണവില പുതിയ പ്രതിസന്ധികളുടെ പശ്ചാത്തലത്തിൽ ആഭ്യന്തര വിലയായ കേരളത്തിലും താഴ്ന്നിറങ്ങിയാണ്. ഒരു ഗ്രാമിൻ്റെ മുകളിൽ 22 ക്യാരറ്റ് 1 ഗ്രാം 13,930, ഒരു പവൻ 1,11,440. അതുപോലെ 24 ക്യാരറ്റ് 15,197, ഒരു പവൻ 1,21,576. അതുപോലെ 18 ക്യാരറ്റ് 11,398, ഒരു പവൻ 91,184. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. സംസ്ഥാനത്തെ സ്വർണ്ണവില തുടർച്ചയായി 4 ദിവസം കൊണ്ട് ഏകദേശം 6,000 രൂപയിലധികം കുതിച്ച ശേഷമാണ് സംസ്ഥാനത്തെ വീണ്ടും സ്വർണ്ണവില അല്പം താഴ്ന്നത്. പശ്ചിമേഷ്യയിൽ ഇറാനും US-ഉം തമ്മിലുള്ള സംഘർഷം ഉടനെങ്ങും അവസാനിക്കില്ലെന്ന് വിലയിരുത്തലുകളെ തുടർന്ന് ക്രൂഡ് ഓയിലിൻ്റെ വിലയും വർദ്ധിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ഡോളറിൻ്റെ വിലയും കരുത്തായി. ഇന്നത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 കിലോ 286, RSS 5 കിലോ 281, ISNA 20 256, ലാറ്റക്സ് 60% 200 രൂപ 75 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 284, RSS 5 കിലോ 281. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 277, RSS 5 കിലോ 274. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRCയിൽ ഒട്ടുപാൽ കിലോ 198, 60% DRCയിൽ ഒട്ടുപാൽ കിലോ 144. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മാറ്റമില്ലാതെ തുടരുകയാണ് ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില. അതായത് നമ്മുടെ നാട്ടിൽ മഴ കുറവാണെങ്കിലും ശക്തമായ മുന്നറിയിപ്പാണ് ഇപ്പോഴും തുടരുന്നത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുന്ന നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ആഗസ്റ്റ് 13 തീയതി വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വരും ദിവസങ്ങളിൽ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് കടലിൽ പോകരുതെന്ന നിർദ്ദേശം നൽകിയിട്ടുള്ളത്. 10/8/2026 മുതൽ 13/8/2026 വരെ സൊമാലിയ തീരം, ഒമാൻ തീരം, മധ്യ പടിഞ്ഞാറൻ അറബിക്കടൽ, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ, അതിനോട് ചേർന്ന വടക്ക് പടിഞ്ഞാറൻ അറബിക്കടൽ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ നല്ല കാറ്റാണ് വീശാൻ സാധ്യതയുള്ളത്. മുന്നറിയിപ്പുകളെല്ലാം പാലിക്കുക കർശനമായി. കാരണവശാലും ഭയപ്പെടേണ്ട കാര്യമില്ല, ജാഗ്രത മാത്രം മതി. നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്ന. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.